വോയിസ്. അപ്പോൾ ഇന്ന് ഇവിടെ കേരള കായിക കലോത്സവം, കേരള കായിക കേരള കായിക മേള പരിപാടിക്ക് ഇവിടെ കാസർഗോഡ്, കണ്ണൂരെന്നും കാസർഗോഡും. ഓക്കെ, കണ്ണൂരെന്നും കാസർഗോഡെന്നുമുള്ള പിള്ളേരാണ് നമുക്കിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ അമ്മയിലൂടെ വന്നതാണ്, അപ്പോഴാണ് നമ്മുടെ വോയിസിനെ കണ്ടത്. അപ്പം ഇവിടെ വൈബാണ്. ടീച്ചർമാർക്കും എല്ലാവർക്കും നമ്മൾ കാപ്പിയൊക്കെ വാങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ടീച്ചർമാരും സിസ്റ്റർമാരൊക്കെ ഉണ്ടല്ലേ? അതെ, സിസ്റ്റർമാരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം പിള്ളേരൊക്കെ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്, ഇവിടെ മേളിലെ CC ബ്ലോക്കിൽ. ബാക്കി വീഡിയോ. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഓരോരോ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നത്. നിങ്ങളെ ബാക്കി പറഞ്ഞു എന്തെങ്കിലും? നൈറ്റ് വൈബ്സ് ആണ്. കിടിലായിരിക്കും, സെറ്റായിരിക്കും. കാണിച്ചു തരാം. പാട്ടും മേളമൊക്കെ ഉണ്ടാകത്ത് പൊളിയും. പിന്നെ ടീച്ചർമാർക്ക് ഇപ്പോൾ കാപ്പിയൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ. ടീച്ചർമാർക്കും സാറന്മാർ നേരത്തെ കഴിച്ചു. ഞാൻ അവരുടെ കൂടെയൊക്കെ നേരത്തെ ചെന്ന് കഴിച്ചു. അപ്പോൾ അവർക്കും കൂടെ കാപ്പി വാങ്ങിച്ചു വന്നേ ഉള്ളൂ. ബാക്കി വീഡിയോ കാണാം. ഇനിയാണ് ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഇപ്പോൾ വൈകിയെങ്കിലും ഇവിടെ വന്നു നിമിഷം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു വിദ്യാലയത്തിൻ്റെ സാധാരണ സൗകര്യങ്ങളേക്കാൾ ഉപരി സൗകര്യങ്ങളുള്ള ഒരു കേന്ദ്രമാണ്, വലിയ സ്ഥാപനമാണെന്ന് നമുക്കറിയാം. മുൻപ് എനിക്ക് പരിചയമുള്ള സ്ഥാപനമാണിത്. സ്കൂളുകളിൽ ലിസ്റ്റ് അലോട്ട് ചെയ്യുമ്പോൾ പെൻമെൻസ് കിട്ടണമേ എന്ന് മനസ്സിലാഗ്രഹിച്ച ഒരാൾ കൂടിയാണ്. ഈ വലിയ സ്കൂളിൽ ഒരു മടിയും കൂടാതെ ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും വയനാട് ജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇൻക്ലൂസീവ് കായിക മേളയ്ക്ക് വേണ്ടി തന്ന സ്കൂൾ മാനേജ്മെൻറ്റിനോടും പ്രിൻസിപ്പൽ നെൽസനോടും ഹെഡ് മാസ്റ്ററോടും ഇവരൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചത് ഞങ്ങളുടെ താങ്ക്സും അറിയിച്ചിട്ടുണ്ട്. തിരക്കിട്ടില്ലാത്ത വിജയവുമായി വയനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വേഗം കൂടിയ ഓട്ടക്കാരി ചാമ്പ്യൻഷിപ്പിൽ വയനാട്ടിൽ കാണുക എന്നുള്ളത് വേറെ സന്തോഷമുള്ള കാര്യമാണ്. ഫുട്ബോളിൻ്റെ എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് വയനാടുകാരാണ്. ഒരുപാട് സന്തോഷങ്ങളും ആയിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. എൻ്റെ സെക്യൂരിറ്റിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഞങ്ങളുടേതായ രീതിയിൽ ഉപയോഗിച്ചതിന് വാങ്ങി കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് ഇവിടുത്തെ സ്റ്റാഫും ആളുകളും അത് ഒരു പ്രശ്നമല്ലാതെ കെട്ടി അതൊന്ന് ക്ലീനായിട്ട് റെഡിയാക്കുന്നതായിരിക്കും. ഇതിനുശേഷമുള്ള ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ നിന്ന് കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ കുട്ടികളാണ് ഇൻക്ലൂസ് കുട്ടികളെ താമസിച്ചത്. വളരെ സന്തോഷം. സ്കൂൾ മാനേജ്മെൻറ്റിനോടും സകല ടീച്ചേഴ്സിനോടും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാ സ്റ്റാഫിനോടും നന്ദിയുണ്ട്. ഈ സ്കൂളിൻ്റെ വാഹനങ്ങളും മറ്റ് സ്കൂളുകളുടെ വാഹനങ്ങളുമാണ് ഇൻറ്റേണലായി ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. വളരെ നല്ല രീതിയിൽ ഡ്രൈവേഴ്സിനെ വിളിച്ച പോലെ സ്പോട്ടിലെത്തി ഞങ്ങളുടെ സമയം സത്യവുന്നുണ്ട്. സന്തോഷം. ഇനിയുള്ള ദിവസങ്ങളിലും നേരെ ട്രീറ്റ് ചെയ്യാം. ഇത്ര നേരം എൻ്റെ കൂടെ നിന്ന ആളാണ് അവിടെ കിടന്ന് പേശിക്കൊണ്ടിരിക്കുന്നത്. രജി കട്ടൻ രജി. ക്ലാസ് റൂമാണ് നമുക്ക് വരുന്ന സമയം കിട്ടിയിരിക്കുകയാണ്. കോഴിക്കോട് ഇങ്ങനെയൊക്കെ നമ്മൾ റെസ്പോൺസ് ചെയ്യണം. സമയം